ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റവ ഉപ്മാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു കടായി സ്റ്റൗ മീത വെച്ചിട്ട് സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇടുന്നത്. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 4 ബീൻസ് ഞാൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തതാണ്. ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. ഈ ഒരു കപ്പിൽ 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു കപ്പിന് കണക്കായിട്ടാണ് 5 കപ്പ് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനായി ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 5 കപ്പ് തിളച്ച വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കണം. 2 3 4 5 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച വെള്ളം തന്നെയാണ്, കുറച്ചുകൂടെ തിളച്ച് വരട്ടെ. അതിലിടെ നമുക്ക് കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ച 1 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായി ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂടിൽ ഈ റവയൊന്ന് വെന്ത് വരണം. നമുക്ക് ചെറുതീയിൽ വെച്ച് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കാം. മൂടി തുറന്ന് നോക്കാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇങ്ങനെ എല്ലായിടവും ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഇവിടെ റെഡിയാണ്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ തൂവി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അതിനായി കുറച്ച് നെയ്യ് ഈ ബൗളിലേക്ക് തടവി കൊടുക്കാം. ഇത് ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ടേസ്റ്റിയും സോഫ്റ്റുമായ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.